കർമ്മം കൊണ്ട് തിരുവനന്തപുരത്തുകാരനായിരുന്നെങ്കിലും ജന്മം കൊണ്ട് കൊല്ലത്തുകാരനായിരുന്നു മലയാളത്തിന്റെ പ്രിയ സംവിധായകൻ ഷാജി എൻ കരുൺ. ആ വിയോഗത്തിന്റെ ദുഃഖത്തിലാണ് ജന്മനാടായ കൊല്ലം പനയം കണ്ടച്ചിറ ഗ്രാമം. കണ്ടച്ചിറയിലെ കുടുംബ വീട്ടിൽ ഇന്ന് അമ്മാവനും കുടുംബവുമാണ് താമസിക്കുന്നത്. എന്താ മാരാരെ, വായനശാല നേരത്തെ പൂട്ടിയോ? കാറ്റടിച്ചതിനകത്ത് ആകെ നാശായി. കേക്ക് വെട്ടാണ്ടിരിക്കില്ല. നാളെ മറ്റന്നാളൊക്കെ ബസ്സില്ലേ? താൻ ഇത്തിരി വേഗം തുഴഞ്ഞ എനിക്ക് ഹരിയെ കണ്ട ഒന്നുകൂടെ ചോദിക്കാം. ഷാജി എൻ കരുണിന്റെ വിയോഗമറിഞ്ഞ സമയം മുതൽ കൊല്ലം കണ്ടച്ചിറ കായലിനോട് ചേർന്ന മേലെ തെക്കതിൽ വീട്ടിലേക്ക് നിലയ്ക്കാത്ത ഫോൺ വിളികൾ. കുടുംബ വീട്ടിൽ ഷാജി എൻ കരുണിന്റെ അമ്മാവൻ ത്യാഗരാജനും ഭാര്യ സരളയുമാണ് താമസം. മുൻപ് ഓണത്തിന് പതിവായി ഷാജി എൻ കരുൺ കുടുംബസമേതം ഇവിടേക്ക് എത്തുമായിരുന്നു. 6 മാസം മുൻപ് തന്നെ ഫോണിൽ വിളിച്ച് രോഗവിവരങ്ങൾ തിരക്കി. എനിക്കൊരു ആക്സിഡൻ്റ് ഇടയ്ക്ക് വന്ന് ഞാൻ വിശ്രമത്തിന് 1 മാസം അവളുടെ മോടെ വീട്ടിൽ പോയി. അന്ന് ഷാജിയും അൻസുവും കൂടെ എന്നെ കാണാൻ അവിടെ വന്നു. തിരക്കുള്ള ഒരാളാണല്ലേ, അതുകൊണ്ട് അന്ന് അയാൾക്ക് എറണാകുളത്തൊരു പ്രോഗ്രാമുണ്ട് 1 മണിക്ക്. ഞാൻ പറഞ്ഞു, മോനെ അങ്ങ് പൊയ്ക്കോ, ഇപ്പോൾ ഇനി കൂടുതൽ എറണാകുളത്ത് എത്തണ്ടായോ. മേലെ തെക്കതിലെന്ന ശങ്കരമന്ദിരത്തിൽ എൻ കരുണാകരന്റെയും ചന്ദ്രമതിയുടെയും മൂത്ത മകനാണ് ഷാജി എൻ കരുൺ. കണ്ടച്ചിറ SNM UP സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. 1963 ഷാജി എൻ കരുണിന്റെ കുടുംബം തിരുവനന്തപുരത്തേക്ക് മാറുന്നത്. വീട്ടിലും നാട്ടിലും ഫോട്ടോ എടുത്തു തുടങ്ങിയ ഒരു ചെറുപ്പകാലമുണ്ടായിരുന്നു ഷാജി എൻ കരുണിന്. കണ്ടച്ചിറയിലെ ഈ നടവഴികളിലൂടെയാണ് ഷാജി സിനിമാ ലോകത്തിലേക്ക് ആദ്യമായി പിച്ചവെച്ചത്. കൊല്ലത്തുനിന്ന് ആർ അരുൺ രാജ്, 24.